الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله على سيدنا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وقال تعالى يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا وقال تعالى يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صدق الله العظيم അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ മഹദ ഫضل കൊണ്ട് നമ്മുടെ ഈ സദസ്സിനെ പരിപൂർണമായി കബൂലാക്കുമാറാകട്ടെ. കഴിഞ്ഞകാല ജീവിതത്തിൽ വന്നുപോയ നമ്മുടെ എല്ലാ പാപകർമ്മങ്ങളെയും അള്ളാഹു മാപ്പാക്കി തരുമാറാകട്ടെ. ഇനി ബാക്കിയുള്ള ജീവിതം അള്ളാഹുവിന് പൊരുത്തപ്പെട്ട നിലയിൽ പാപരഹിതമായി കഴിച്ചുകൂട്ടാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മോമിനീങ്ങളെ, സഹോദരങ്ങളെ, വളരെ ശ്രേഷ്ഠമായ ഒരു മാസം അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് നമുക്ക് ലഭിക്കുകയും ആ മാസത്തിൽ ആഫിയത്തോടുകൂടി ആയുസ് നീട്ടിക്കിട്ടുകയും ചെയ്തു എന്നത് വലിയ ഭാഗ്യമാണ്. പരിശുദ്ധ റമദാനിൻ്റെ ദിവസങ്ങൾ ഓരോന്നും ദ്രുതഗതിയിൽ കഴിഞ്ഞു കടന്നുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് ഇന്ന് ലഭിക്കുന്ന ഈ ഓരോ അവസരങ്ങളും സമയങ്ങളും നാളേക്ക് വേണ്ടി ഒരുങ്ങാനുള്ളതാണ്, നാളേക്ക് വേണ്ടി സമ്പാദ്യമാക്കി തീർക്കാനുള്ളതാണ്. ആ ഓർമ്മ നഷ്ടപ്പെട്ടു പോകാതെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്, സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ വേഗത്തിലാണ്. അതുകൊണ്ട് തന്നെ ഈ വേഗത്തിലുള്ള സഞ്ചാരത്തിൽ നമുക്ക് പല കാര്യങ്ങളും വിട്ടുപോകും, മറന്നുപോകും, ഒഴിഞ്ഞുപോകും. തിരക്കായിപ്പോയി, അതുകൊണ്ട് എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. തിരക്കായിപ്പോയി, ചടപടേന്ന് ഇറങ്ങുന്നതിൻ്റെ ഇടയിൽ ഞാനത് മറന്നുപോയി എന്നൊക്കെ പറയാറുണ്ട്. ജീവിതത്തിൻ്റെ താൽക്കാലികമായ യാത്രകളിലും ഇറങ്ങലുകളിലുമൊക്കെ ഇങ്ങനെ ഒന്ന് സംഭവിച്ചാൽ നമുക്ക് അത് തിരുത്താൻ അവസരമുണ്ട്, വീണ്ടെടുക്കാൻ അവസരമുണ്ട്. അല്ലാഹ് ഇന്ന് ഞാൻ മറന്നുപോയി, നാളെ ഇൻഷാ അല്ലാഹ് എന്തായാലും ഞാൻ എടുക്കാം നമ്മൾ പറയൂലേ. ഇന്ന് തിരക്കിൻ്റെ ഇടയ്ക്ക് അങ്ങനെ ഇറങ്ങുമ്പോൾ മറന്നുപോയി, നാളെ എന്തായാലും ഇൻഷാ അല്ലാഹ് എടുക്കാം. അങ്ങനെ പറയാനൊരവസരമുണ്ട് പ്രിയപ്പെട്ടു.
എന്നാൽ നമ്മളുടെ എന്നേക്കുമായ ലക്ഷ്യത്തിലേക്കുള്ള സഞ്ചാരത്തിൽ, അഥവാ നമ്മുടെ ആഖിറത്തിലേക്കുള്ള യാത്രയിൽ ഇതിനേക്കാൾ ഏറെ വേഗത്തിലാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. വളരെ ദ്രുതഗതിയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ തിരക്കിൻ്റെ ഇടയിൽ നമുക്കെങ്ങാനും എന്തെങ്കിലും ഇതുപോലെ മറന്നുപോയാൽ പിന്നെ അത് വീണ്ടെടുക്കാനും തിരിച്ചു വന്ന് രണ്ടാമതൊന്നുകൂടി പോകാനൊന്നും അവസരമില്ല. ഞാൻ എപ്പോഴും എന്നോട് നിങ്ങളോട് ഓർമ്മിപ്പിക്കുന്നത് പോലെ വീണ്ടും പറയുകയാണ്, ഞാൻ പ്രസംഗിക്കുകയല്ല. അങ്ങനെ ഒരു പ്രസംഗത്തിൻ്റെ സ്റ്റൈലിലും ശൈലിയിലും കുറച്ചെന്തെങ്കിലും വർത്തമാനം പറയാനും അല്ല ഇരിക്കുന്നത്. ഇത് വളരെ പ്രധാനമായി നമ്മളുടെ മനസ്സിൽ ഓർമ്മയിൽ വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. നമ്മളുടെ ഈ യാത്രയിൽ, ആഖിറത്തിലേക്കുള്ള യാത്രയിൽ, അവിടെ ഉപകാരപ്പെടുന്ന, പ്രയോജനപ്പെടുന്ന സമ്പാദ്യങ്ങൾ ഒരുക്കൂട്ടുന്ന വിഷയത്തിൽ ഒരു അശ്രദ്ധയും നമുക്ക് വരരുത്, ഒരു ഗഫ്ലത്തും നമുക്ക് വരരുത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ് വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. മുഅ്മിനീങ്ങളോട് അല്ലാഹു പറയാണ്, ഇത്തഖുല്ലാഹ്, ശ്രദ്ധിക്കണേ, സൂക്ഷിക്കണേ. അള്ളാഹുവിനെ ഭയപ്പെടണേ എന്നാണ് നമ്മൾ അർത്ഥം വെക്കാറുള്ളത്. ശ്രദ്ധിക്കണേ, സൂക്ഷിക്കണേ, ഓർമ്മ വെക്കണേ, മറന്നുപോകല്ലേ, വിട്ടുപോകല്ലേ. വത്തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. എന്തിനെയാണ് ഓർക്കണേ എന്ന് പറയുന്നത്? എന്ത് വിഷയത്തിലാണ് നിങ്ങൾക്ക് ഓർമ്മപ്പിശക് വരരുതേ എന്ന് പടച്ചവൻ ഓർമ്മപ്പെടുത്തുന്നത്? വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. വിദേശത്ത് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിറങ്ങുന്ന സഹോദരങ്ങളോട് അവരുടെ സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ സാധാരണ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ലാസ്റ്റ് ഒന്നും കൂടെ നോക്കിക്കളാം, പാസ്പോർട്ട് എടുത്തോ, ടിക്കറ്റ് എടുത്തോ, പേപ്പറുകളെല്ലാം റെഡിയാണോ, കയ്യിലുണ്ടോ, ഒന്നും കൂടെ ഒന്ന് നോക്കിക്കളാം. ഞാൻ ഇപ്പോൾ നോക്കിയിട്ടുള്ളൂ, എന്നാലും വേണ്ടിയില്ല, ഒന്നുകൂടെ നോക്ക്. സാധാരണ അങ്ങനെ കേൾക്കാറില്ലേ നമ്മളൊക്കെ? അള്ളാഹു പറയാണ്, ഒന്നും കൂടെ ഒന്ന് നോക്കണേ. വൽതൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദ് വൽതൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദ്. നിങ്ങൾ ഓരോരുത്തരും ഉറ്റാലോചിക്കണമേ, നന്നായി ഓർക്കണമേ, ശ്രദ്ധിക്കണമേ. മാ ഖദ്ദമത് ലിഗദ്, മാ ഖദ്ദമത് ലിഗദ്. നീ നാളേക്ക് വേണ്ടി എന്താണ് ഒരുക്കിയിട്ടുള്ളത്? നാളേക്ക് വേണ്ടി എന്താണ് ഒരുക്കിയിട്ടുള്ളത്? നിനക്കുപകാരപ്പെടുന്ന നിലയിൽ നാളേക്ക് വേണ്ടി നീ എന്താണ് സമ്പാദിച്ചു വെച്ചത്, കരുതി വച്ചിരിക്കുന്നത് എന്ന് നീ ആലോചിക്കണം. നീ തന്നെ ആലോചിക്കണം. വേറെ ആരും നിനക്ക് വേണ്ടി അത് ആലോചിക്കാനില്ല. അതുകൊണ്ടാണ് അല്ലാഹു തആല വീണ്ടും വീണ്ടും ഇങ്ങനെ നിന്നെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ് വത്തഖുല്ലാഹ. വീണ്ടും അവിടെ ഓർമ്മിപ്പിക്കുക, വത്തഖുല്ലാഹ, മറന്നു പോകരുതേ, ഓർമ്മ വേണേ. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. അല്ലാഹു നിങ്ങളെ കൃത്യമായ നിലയിൽ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു, നോക്കിക്കാണുകയും ചെയ്യുന്നു. നിങ്ങൾ മറന്നാലും നിങ്ങളെ മറക്കാത്തവനായി നിങ്ങളുടെ മീതെ നിങ്ങളുടെ രക്ഷിതാവിൻ്റെ ഒരു നോട്ടമുണ്ട്. നിങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിട്ട് ഒരിക്കലും മറക്കരുതേ എന്ന് അല്ലാഹു പറയും. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹസ് സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹസ് സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. അല്ലാഹു പറയുന്നു, വസാരിഉ, ഒന്ന് വേഗം വരണേ, ഒന്ന് വേഗം വരണേ. ആലോചിക്കാൻ സമയമൊന്നുമില്ല, കാത്തു നിൽക്കാൻ സമയമൊന്നുമില്ല. ഒന്ന് വേഗം വരണം. എങ്ങോട്ട് വരണം? വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൻ്റെ ഭാഗത്തു നിന്നുള്ള മഗ്ഫിറത്തിലേക്ക് ഓടി വരിക. ആ മഗ്ഫിറത്ത് നിങ്ങൾക്ക് നൽകാൻ വേണ്ടി അള്ളാഹു കാത്തു നിൽക്കുകയാണ്. ഇതാ ഈ മാസത്തിൽ, അതിൻ്റെ തുടക്കം മുതൽക്ക്
ഫുതിഹത്തി സമാ, ആകാശവാതിലുകളെല്ലാം തുറക്കപ്പെട്ടിരിക്കുകയാണ്. അള്ളാഹു അവൻ്റെ അടിയാറുകൾക്ക് മഗ്ഫിറത്ത് നൽകാൻ വേണ്ടിയിട്ട്, മർഹമത്ത് നൽകാൻ വേണ്ടി അവൻ്റെ കാരുണ്യത്തിൻ്റെ കവാടം തുറന്നു വെച്ച് കാത്തു നിൽക്കുകയാണ്. ഇങ്ങനെ ഒരു രക്ഷിതാവ് നിങ്ങൾക്ക് വേണ്ടി വാതിലും തുറന്ന് കാത്തു നിൽക്കുമ്പോൾ നിങ്ങൾ വേറെ എവിടെയും ആയിപ്പോകരുതേ എന്ന് പറയും. സാരിയോ ഇങ്ങോട്ട് വാ, വേറെ എവിടെയും ആയിപ്പോകരുത്. ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൻ്റെ രക്ഷിതാവിൻ്റെ മഗ്ഫിറത്തിലേക്ക് വേഗം വരൂ. അഥവാ നിങ്ങളുടെ റബ്ബിൻ്റെ മഗ്ഫിറത്തിലേക്ക് വേഗം എത്തിച്ചേരാൻ നിങ്ങൾക്ക് സാധിച്ചാൽ വജന്നത്തിൻ, സ്വാഭാവികമായും ആ കവാടം കടന്നാൽ പിന്നെ നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയുന്നത് സ്വർഗത്തിലാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു നമ്മളൊക്കെ അവിടെ എത്തിക്കുമാറാകട്ടെ. സ്വർഗത്തിലാണ്. പ്രിയപ്പെട്ടവരെ, പൊടുന്നനവെയുള്ള മരണത്തെക്കുറിച്ചിട്ട് കേട്ട് 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 നമ്മുടെ മനസ്സിങ്ങനെ മുരടിച്ചതുപോലെ സംശയമാണ്. കാരണം ഞാൻ പറഞ്ഞില്ല, എപ്പോഴും ഓരോ സഹോദരങ്ങളിങ്ങനെ വിളിച്ചിട്ട് ഓരോ മരണ വാർത്തകൾ പറയും, അപകട വാർത്തകൾ പറയും, ദ്വാരക്കാനാണ് പറയുന്നത്. പക്ഷെ ഇത് കേൾക്കുന്ന നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ആഘാതങ്ങൾ ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണല്ലോ. അള്ളാഹു എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപകടങ്ങളിൽ നിന്നും അപകട മരണങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പൊടുന്നനവെയുള്ള മരണത്തിൽ നിന്നും അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്തരം മരണങ്ങളെ തൊട്ട് കാവൽ തേടാൻ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. അപ്രതീക്ഷിതമായ മരണം എന്ന് പറയുന്നില്ലേ? അപ്രതീക്ഷിതമായ മരണം എന്ന് പറഞ്ഞാൽ പ്രതീക്ഷിതമായ ഒരു മരണം വേറെ ഉണ്ടോ പ്രിയപ്പെട്ടവർ? നമുക്കൊക്കെ നമ്മൾ അപ്രതീക്ഷിതമായ മരണം, അകാല ചരമം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പ്രതീക്ഷിതം, നമ്മളെല്ലാവരും കറക്റ്റ് ഡേറ്റ് നിശ്ചയിച്ചിട്ട് സമയം നിശ്ചയിച്ചിട്ടിരിക്കുന്നവരാ. മരിച്ചുപോയ അപ്രതീക്ഷിത മരണത്തിന് വിധേയരാക്കപ്പെട്ട അകാല ചരമം പ്രാപിച്ച ആളുകളെക്കുറിച്ച് മാത്രമാണോ അങ്ങനെ പറയാം? അങ്ങനെയൊന്നുമല്ല. എല്ലാവരുടെയും കാര്യത്തിൽ അങ്ങനെയൊക്കെ തന്നെയാണ്. എല്ലാവരുടെയും കാര്യത്തിൽ അങ്ങനെയൊക്കെ തന്നെയാണ്. കമ്മിൻ മരീലിൻ ആശ ദഹറൻ ഇലാ ദഹരി, കമ്മിൻ മരീലിൻ ആശ ദഹറൻ ഇലാ ദഹരി വകമ്മിൻ സഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി. ചില രോഗികളുണ്ട്. ആ രോഗികൾക്ക് ചുറ്റും കൂടിയിരിക്കുന്ന ബന്ധുമിത്രാദികൾ, അവരെ ചികിത്സിക്കുന്ന ഡോക്ടർമാർ, അവരെ കണ്ടു നിൽക്കുന്ന നാട്ടുകാർ ഇപ്പം തീരും, ഇപ്പം തീരും, ഇപ്പം തീരും, ഇപ്പം തീരും എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം തീരുമെന്നാണ്. അവരെ ശുശ്രൂഷിക്കുകയും ചികിത്സിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ അവരെക്കുറിച്ചിട്ട് വിചാരിക്കുന്നത് നമ്മളിപ്പോൾ ഉടനെ ഒന്നും തീരൂല. കാരണം നമുക്ക് നല്ല ആരോഗ്യമുണ്ട്, ആഫിയത്തുണ്ട്, വിവരമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, എല്ലാം ഉണ്ടല്ലോ. ഈ കിടക്കുന്ന ആളെ കാര്യം പോക്ക, കിടക്കുന്ന കാര്യം പോക്ക. ഇങ്ങനെയാണ് പൊതുവെ ആളുകളൊക്കെ ധരിക്കുന്നത്. പക്ഷേ വകമ്മിൻ സഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി എന്നാണ്. ചികിത്സിച്ചുകൊണ്ട് നിൽക്കുന്നവൻ, ശുശ്രൂഷിച്ചുകൊണ്ട് നിൽക്കുന്നവൻ, കണ്ടു നിൽക്കുന്നവൻ പെട്ടെന്ന് വീണങ്ങ് മരിച്ചു പോകുന്നു. എനിക്ക് കുറേ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ എന്നെ ഒരു ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വളരെ വിദഗ്ധനായ ഒരു ഡോക്ടർ എനിക്കൊരു സർജറി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നെ അങ്ങേറ്റം ബഹുമാനിക്കുന്ന, സ്നേഹിക്കുന്ന, ഞാനുമായിട്ട് നല്ല അടുപ്പമുള്ള ആളാണ് ഡോക്ടർ. അദ്ദേഹം എനിക്ക് സർജറി ചെയ്തുകൊണ്ടിരിക്കുക. സർജറി ചെയ്ത് ഏകദേശം പകുതി മുക്കാലായപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് അറ്റാക്ക് വന്നു. ഡോക്ടർ എന്താ കേൾക്കുന്നവർക്ക് അറ്റാക്ക് വരുന്നവരുണ്ടല്ലോ, അറ്റാക്ക് വന്നു. പാവം, അള്ളാഹു അദ്ദേഹത്തിന് നല്ല പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. അറ്റാക്കിനെ കുറിച്ചാണ് പറയുന്നത്. ആരെയാണ് അറ്റാക്ക് ചെയ്യാതെ ഒരു പിടുത്തവും ഇല്ല. പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്നെ അസ്രായേൽ അറ്റാക്ക് ചെയ്യുമോ എന്നൊന്നും ഒരു പിടുത്തവും ഇല്ല. പ്രിയപ്പെട്ടവരെ, ആ സഹോദരൻ ഡോക്ടർ, അദ്ദേഹം വേദന കടിച്ചമർത്തി സഹിച്ചുകൊണ്ട് എങ്ങനെയെങ്കിലും എൻ്റെ മുറിക്കൽ അങ്ങ് കംപ്ലീറ്റ് ചെയ്തു, എൻ്റെ സർജറി. എന്നിട്ട് അദ്ദേഹം പെട്ടെന്ന് ആശുപത്രിയിൽ പോയി അഡ്മിറ്റായി, വെന്റിലേറ്ററിലായി. എന്താ നമ്മൾ ചിന്തിക്കുന്നത്? എന്താ നമ്മൾ ആലോചിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, താരതമ്യേന എന്നെക്കാളും പ്രായം കുറവാണ്, വിവരം കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ വൈദ്യശാസ്ത്രത്തിൽ, ആരോഗ്യശാസ്ത്രത്തിൽ വലിയ വിവരവും വൈദഗ്ധ്യവുമാണ്. അതുകൊണ്ടാണ് ഇത്രയും ദൂരം സഞ്ചരിച്ച് നമ്മൾ അദ്ദേഹത്തിനടുക്കൽ പോയിട്ട് മുറിയാൻ തീരുമാനിച്ചത്. ഭാഷ ശരിയാവുന്നുണ്ടോ? മുറിയാൻ തീരുമാനിക്കുന്നു. ഭാഷയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ മാറ്റി പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ പ്രിയപ്പെട്ടവരെ, നമ്മളെ ചികിത്സിച്ചിട്ട് നമ്മളെ സുഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന വിദഗ്ധനായ ഡോക്ടർക്ക് അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരം മേലേന്നൊരു കൺട്രോൾ ഉണ്ട്. പക്ഷെ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. നമ്മളൊക്കെ ആത്മാർത്ഥമായി കരഞ്ഞു ദുആ ചെയ്തു. ഒരു പ്രതീക്ഷയില്ലെന്ന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ ഡോക്ടർമാരൊക്കെ കൂടി നിന്ന് പറഞ്ഞെങ്കിലും
അദ്ദേഹം സുഖപ്പെട്ടു, അൽഹംദുലില്ലാ, ജീവിതത്തിലേക്ക് മടങ്ങി വന്നു, തിരിച്ചു വന്നു. അള്ളാഹു അദ്ദേഹത്തിനും നമുക്കും ഒക്കെ ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഈ ഓപ്പറേഷന് വിധേയനായ, സർജറിക്ക് വിധേയനായ പേഷ്യൻ്റ് എന്ന നിലയിൽ അടുത്ത ദിവസം നിർബന്ധ ബുദ്ധിയോടുകൂടി അതൊക്കെ വലിച്ചു വാരി കൈ പിടിച്ചുകൊണ്ട് ഒരു വാഹനത്തിൽ കയറി അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടി അടുത്ത ആശുപത്രിയിൽ പോയി. ഹാർട്ട് സ്പെഷ്യലിസ്റ്റിൻ്റെ ആശുപത്രിയിൽ പോയി. ICUവിൽ കയറി അദ്ദേഹത്തെ സന്ദർശിച്ച് സംസാരിക്കുമ്പോൾ വല്ലാത്തൊരു വൈകാരിക മാനസികാവസ്ഥ ഉണ്ടായി. അപ്പോൾ ഓരോ ഡോക്ടർമാരും അടുത്ത് നിന്നിങ്ങനെ പല കമൻറ്റുകളും പറയുക. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരു പക്ഷേ ചരിത്രത്തിൽ, നിങ്ങളുടെ വൈദ്യശാസ്ത്രത്തിൻ്റെ ചരിത്രത്തിൽ ഒരു ഡോക്ടർ സർജറി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അറ്റാക്ക് വരികയും മരിക്കുമെന്ന് എല്ലാവരും വിധിച്ചതിന് ശേഷം വീണ്ടും ജീവിതത്തിലേക്ക് മെല്ലെ മെല്ലെ മടങ്ങി വരികയും ചെയ്ത ആദ്യത്തെ ഡോക്ടർ നിങ്ങളായിരിക്കും. ആശ്വസിക്കണം, സമാധാനിക്കണം, അള്ളാഹു ആഫിയത്ത് തരട്ടെ. സന്തോഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. അനക്കമില്ലാതെ ഇങ്ങനെ കിടക്കുകയാണ് അദ്ദേഹം. രണ്ടാമത് ഈ കൂടിയിരിക്കുന്ന എല്ലാ ഡോക്ടർമാരെ കേൾപ്പിക്കാൻ വേണ്ടി അവർ പറഞ്ഞു, ഒരു പക്ഷേ ഇന്നലെ സർജറിക്ക് വിധേയനായിട്ട് ഒരാശുപത്രിയിൽ ഇങ്ങനെ കൈയും കാലുമൊക്കെ വലത്തി കടത്തിയിട്ട് അതേ കോലത്തിൽ വേറൊരു ആശുപത്രിയിലേക്ക് തന്നെ ചികിത്സിച്ച ഡോക്ടറെ കാണാൻ വേണ്ടി വരുന്ന ആദ്യത്തെ രോഗി ഞാനായിരിക്കും. അതും കൂടെ എഴുതി വെക്കണമായിരുന്നു, ആദ്യത്തെ രോഗി ഞാനായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് വകം മിൻ സഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി വകം മിൻ മരീദിൻ ആശ ദഹറൻ ഇലാ ദഹരി വകം മിൻ മരീദിൻ ആശ ദഹറൻ ഇലാ ദഹരി. എത്ര രോഗികളാണ് അവർ രോഗിയാണ്, ഇപ്പം പോകും എന്ന ആളുകളൊക്കെ വിചാരിക്കും, പറയും. പക്ഷേ അവർ അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരം ഒരു രോഗവുമില്ലാതെ എഴുന്നേറ്റ് വരും. ഞാൻ എൻ്റെ ഒരു ബലഹീനൻ എന്ന് പറഞ്ഞാൽ, ഞാൻ എവിടുന്നാണോ വരുന്നത് ആ വരുന്ന വികാരമായിരിക്കും എൻ്റെ പ്രസംഗത്തിൽ വരിക. ഒരു 3 ആഴ്ച മുമ്പ് നമ്മളവിടെ പണിയെടുക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളിയ ഒരു സഹോദരൻ്റെ ഏറ്റവും അടുത്ത ബന്ധുവിന് ഇരിക്കൂറിൽ വെച്ച് ആക്സിഡൻ്റായി. പാവം, അന്യസംസ്ഥാനം എന്ന് പറയുന്നത് തന്നെ അർത്ഥം തന്നെ ആരും നോക്കാനും കാണാനൊന്നുമില്ല. ഇടിച്ചിട്ട വാഹനം റോട്ടിൻ്റെ അരികിൽ ഇട്ടിട്ട് അവരങ്ങ് കടന്നുപോയി. തല പൊട്ടി, തലയിൽ നിന്നും രക്തം വാർന്നു. ആ മനുഷ്യൻ മരിച്ചു എന്നെല്ലാവരും വിധി എഴുതി. ആരും നോക്കാനും കാണാനൊന്നുമില്ല. എങ്ങനെയെങ്കിലുമൊക്കെ അദ്ദേഹത്തെ പൊക്കി അടുത്ത ആശുപത്രിയിൽ കൊണ്ടുപോയി. പിന്നെ നമ്മൾ ആ വിവരം അറിഞ്ഞിട്ട് നമ്മുടെ മദ്രസയിൽ പണിയെടുക്കുന്ന സുഹൃത്തുക്കൾ, അവരുടെ ബന്ധുക്കളൊക്കെ പോയി പെരിയാരം മെഡിക്കൽ കോളേജിലാക്കി. പെരിയാരം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് പരിചയമുള്ള ഡോക്ടർമാരെ കൊണ്ടൊക്കെ ഞാൻ അകത്തേക്ക് വിളിച്ചു നോക്കിയപ്പം ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല. വെൻറ്റിലേറ്ററിൽ തൽക്കാലം ഇടാന്നേ ഉള്ളൂ. വെൻറ്റിലേറ്ററിൽ ഇട്ടു നോക്കാം, ഒരു പ്രതീക്ഷയ്ക്കും വകയില്ല. 10% പ്രതീക്ഷയ്ക്ക് വക വന്നാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ എന്നാണ് എല്ലാ ഡോക്ടർമാരും പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, അവർ സാധുക്കളായതുകൊണ്ട് നമ്മളൊക്കെ ഇങ്ങനെ എടുത്തോടുന്നത് പോലെ അങ്ങും ഇങ്ങൊന്നും എടുത്തോടാൻ അവരെ കൊണ്ട് സാധിക്കുന്നു. അങ്ങനെ ഓടിയിട്ട് കാര്യമൊന്നുമില്ല, നമുക്ക് കാര്യമില്ല. നമ്മളെ കെണിയിലാക്കി പണം കൊയ്യാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ആശുപത്രിക്കാർക്ക് കാര്യം ഉണ്ടാവുമെന്നല്ലാതെ നമ്മളുടെ ആയുസ് നഷ്ടപ്പെടാൻ പോകുന്ന വേളയിൽ അതിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഏത് വിദഗ്ധന്മാരുടെ ആശുപത്രികളിലെ പരിധി ഓടിപ്പോയാലും ഒന്നും വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ മനസ്സങ്ങനെയാണല്ലോ. അവർ പാവങ്ങളാണ്, എന്നാലും പലരും അവരെ വന്ന് നിർബന്ധിച്ച് ഇവിടെ ഇന്ന സ്ഥലത്ത് കൊണ്ടുപോയാലൊക്കെ അങ്ങനാവും ഇങ്ങനാവും എന്നെല്ലാം പറഞ്ഞു. കാരണം ഡോക്ടർമാർ പറയുന്ന ഒരു നിലയിലും രക്ഷപ്പെടാൻ സാധ്യതയില്ലെന്നാണ് പറയുന്നത്. ഒരു രക്ഷയില്ല. കാണാൻ പോയിട്ട് വന്ന ഈ ഞങ്ങളുടെ സ്റ്റാഫായ 2 സഹോദരങ്ങൾ എൻ്റെ അടുത്ത് കരഞ്ഞു പറഞ്ഞു. ഞാൻ ചോദിച്ചു, ക്യാവോകയാ ബായിന്നു, ക്യാവോനേക്കാ ഓത്തോ മറുകയാ. ഞാൻ ഇന്ന് രാവിലെ ആ ചെറുപ്പക്കാരോട് ഞാൻ ആ വാക്ക് പറഞ്ഞു, ക്യാവോനേക്കാ ഓത്തോ മറുകയാണ്. പ്രിയപ്പെട്ടവരെ, 3 ആഴ്ച, 4ാമത്തെ ആഴ്ചയാണ് ഇന്ന് രാവിലെ അൽഹംദുലില്ലാ ഞങ്ങൾ സുബൈക്ക് ശേഷം ചെയ്ത പുണ്യകർമ്മം എന്താണെന്നറിയോ? മറുകയാന്ന് പറഞ്ഞ ആ സഹോദരനെ വെന്റിലേറ്ററിൽ നിന്ന് എടുത്ത് ഇപ്പുറത്ത് കിടത്തി, അവിടെ നിന്ന് ഇപ്പുറത്ത് കിടത്തി. ഇന്ന് അൽഹംദുലില്ലാ രാവിലെ 10 മണിയുടെ ഫ്ലൈറ്റിൽ അദ്ദേഹത്തെ സ്വന്തമായി നടന്ന് കയറ്റി ഞങ്ങൾ ബീഹാറിലേക്ക് യാത്രയാക്കിയിട്ട് വരികയാണ്. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുക്കട്ടെ. എന്താ ആമീൻ പറയാനൊരു ശക്തി അയാളുടെ കാര്യം പറഞ്ഞതുകൊണ്ടാണ്. അന്യസംസ്ഥാന തൊഴിലാളി ആയതുകൊണ്ടാണ് ആമീൻ ശക്തി കുറച്ച് പറയുന്നത്. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ, നമുക്ക് ആഫിയത്ത് തരുമാറാകട്ടെ, നമുക്ക് ദീർഘായുസ് തരുമാറാകട്ടെ, നമ്മളെ അപകടങ്ങളിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ തിരിച്ച് പള്ളിയിലേക്ക് കയറാൻ പോകുമ്പോൾ ഒരു സഹോദരനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഒന്ന് കാണും, എനിക്കൊരു അത്യാവശ്യമുണ്ട്, പക്ഷേ ഇന്ന് വരാൻ കഴിഞ്ഞില്ല. ആയിക്കോട്ടെ, എന്താ കാരണം നിങ്ങൾ പത്രത്തിൽ മറ്റോ വായിച്ചിനോ? ദുബൈയിൽ നിന്നും ഒരു ചെറുപ്പക്കാരൻ നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരുങ്ങി ഇറങ്ങുകയായിരുന്നു.
ഇറങ്ങുന്ന ആ തിരക്കിൻ്റെ ഇടയിൽ അദ്ദേഹം മരണപ്പെട്ടു. അത് എൻ്റെ എളാമാൻ്റെ മോളമോ എന്തോ ഒരു ബന്ധം പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. അള്ളാഹുവേ, അത് ഞാൻ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ഞാൻ പ്രസംഗിക്കുന്നത് ഞാൻ വായിക്കുന്ന കിതാബുകളുടെ വരികളല്ല, ഞാൻ വായിക്കാറുമില്ല. എനിക്ക് വായന എന്ന് പറയുന്നൊരു ശീലമില്ല. ഞാൻ പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഇരുന്ന് വായിച്ച് പ്രിപ്പയർ ചെയ്യാറുമില്ല. അങ്ങനൊരു സ്വഭാവം എനിക്കില്ല. ഞാൻ നിങ്ങളോട് ഈ പ്രസംഗിക്കുന്നത് എൻ്റെ അനുഭവങ്ങളാണ്. ഇന്നലെ നിങ്ങൾ വിചാരിക്കൂലേ പരീക്ഷണമായിരുന്നു എൻ്റെ പ്രസംഗം മുഴുവൻ. എന്തായിരുന്നു കാരണം? ഞാൻ വലിയ പരീക്ഷണം അനുഭവിച്ചിട്ട് എൻ്റെ പ്രിയപ്പെട്ട പുത്രിയെ വല്ലാത്ത വിഷമത്തിൽ കൂട്ടിക്കൊണ്ട് വന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് അവൾക്ക് ചികിത്സ കൊടുത്തിട്ട് ആ വെപ്രാളത്തോടെ പള്ളിയിൽ വന്ന് ഇങ്ങനെ ഇരുന്ന് നിങ്ങളെ സംബോധന ചെയ്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അതിൻ്റെ ദുഃഖം പങ്കുവെച്ചു. നമ്മുടെ റബ്ബിനോട് കൈ ഉയർത്തി കരഞ്ഞു ദ്വാരുന്നു. വേറെ എന്താ മാർഗം? അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കണ്ട ഞാൻ കാമ്പസാരി പ്രസംഗിക്കാൻ വരുന്നത് പ്രസംഗ പാഠവം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കാൻ വേണ്ടിയാണെന്ന് ആരും തെറ്റിദ്ധരിക്കും. അള്ളാഹു നമുക്ക് ഇഖ്ലാസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഭവങ്ങളാണ് ഖുർആനിക വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പങ്കുവെക്കാൻ ശ്രമിക്കാറുള്ളത്. അള്ളാഹു പറയുന്നു, വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും. വാ, വേഗം വാ, ധൃതിയിൽ വാ. അവിടെ എവിടെ നിന്ന് സമയം കളയണ്ട, അവിടെ എവിടെ നിന്നിട്ടൊന്നും ആയുസ് പാഴാക്കണ്ട. എൻ്റെ മഗ്ഫിറത്തിലേക്ക് വാ, എൻ്റെ റഹ്മത്തിലേക്ക് വാ. എൻ്റെ മഗ്ഫിറത്തും റഹ്മത്തും നിങ്ങൾക്ക് തരാൻ വേണ്ടി ഞാനിതാ തുറന്നു വച്ചിരിക്കുകയാണ്. ബാ, അഥവാ മഗ്ഫിറത്തിൽ റഹ്മത്തിൽ ചെന്നെത്താൻ നിങ്ങൾക്ക് സാധിച്ചാൽ പിന്നെ നിങ്ങൾക്ക് കടക്കാൻ കഴിയുന്ന കവാടം, കടക്കാൻ കഴിയുന്നത് സ്വർഗത്തിലേക്കാണ്. വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ അൻ-നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ വഉസ്ലിഫത്തിൽ ജന്നതു ലിൽ മുത്തഖീൻ വബുർരിസത്തിൽ ജഹീമുൽ ഗാവീൻ. അല്ലാഹു നമുക്ക് വേണ്ടി സ്വർഗം ഒരുക്കി വച്ചിരിക്കുകയാണ്. അതിൻ്റെ കവാടങ്ങളെല്ലാം ഈ ദിനരാത്രങ്ങളിൽ നമുക്ക് വേണ്ടി മലർക്കെ തുറന്നിട്ടിരിക്കുകയാണ്. ഒരു പക്ഷേ നമ്മൾ അനുസരണഘട്ടവരായിപ്പോയാൽ ചെന്നു പതിക്കേണ്ട നരകത്തെ അള്ളാഹു ഒരുക്കി നിർത്തിയിരിക്കുകയാണ്. വബുർരിസത്തിൽ ജഹീമുൽ ഗാവീൻ, അതും ഒരുക്കി നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് അടിമകളെ, എൻ്റെ പ്രിയപ്പെട്ട അടിമകളെ, ഇതൊന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ഈ കുറച്ചു കാലത്തെ ജീവിതം നന്മയിലാക്കി തീർക്കണമേ എന്ന് അള്ളാഹു പറഞ്ഞു. ആകെ കുറച്ചു കാലമല്ലേ ഉള്ളൂ. ഈ കാലത്തെ ജീവിതത്തെ എൻ്റെ തൃപ്തിക്ക് വേണ്ടി, എൻ്റെ കൽപ്പനയ്ക്കനുസൃതമായ നിലയിൽ ചെലവഴിക്കാൻ നിങ്ങളൊന്ന് തയ്യാറാകണേ എന്ന് അള്ളാഹു പറയുന്നത്. ഫഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹ അൻ-നഫ്സ അനിൽ ഹവാ. അള്ളാഹുവിൻ്റെ മുമ്പിൽ പോയി നിൽക്കേണ്ടി വരും എന്ന ബോധത്തോടുകൂടി, എൻ്റെ ഇഷ്ടങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് എൻ്റെ റബ്ബിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഞാൻ ജീവിക്കാൻ ശ്രമിച്ചാൽ, എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഞാൻ ജീവിക്കുന്നതിന് പകരം എൻ്റെ റബ്ബിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഞാൻ ജീവിക്കാൻ ശ്രമിച്ചാൽ ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ, പിന്നെ അവൻ്റെ ആ നടത്തം ചെന്നെത്തുന്നത് സ്വർഗത്തിലാണ് എന്ന് ഖുർആൻ പറയാം. സ്വർഗത്തിലാണ്. പ്രിയപ്പെട്ടവരെ, ഈ സ്വർഗത്തിന് വേണ്ടിയാണ് നമ്മൾ അധ്വാനിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബാക്കളിൽ ഓരോരുത്തരുടെ മാനസിക അവസ്ഥ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും അവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന ആ മാത്സര്യം എന്തായിരുന്നു? അവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന മാത്സര്യം എന്താ? തമ്മിൽ മത്സരിക്കുന്നത്, തമ്മിൽ തർക്കിക്കുന്നത് എന്തിൻ്റെ വിഷയത്തിലാണ്? അമലുകളുടെ വിഷയത്തിലാണ്, ആഖിറത്തിൻ്റെ വിഷയത്തിലാണ്, സ്വർഗം സമ്പാദിക്കുന്ന കാര്യത്തിലാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമദാനിൻ്റെ ഈ പുണ്യമായ നാളുകളിൽ നമുക്ക് സ്വീകരിക്കാനുള്ള, ശ്രദ്ധിക്കാനുള്ള മാർഗം അതാണ്. എവിടെ എന്ത് നന്മയുണ്ടെന്നറിഞ്ഞാൽ ആ നന്മയെ സ്വന്തമാക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായി അധ്വാനിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ വളരണം. ഇത് നന്മ വർദ്ധിപ്പിക്കേണ്ട മാസമാണ്. അതെങ്ങനെയൊക്കെ വർദ്ധിപ്പിക്കാമോ അങ്ങനെയെല്ലാം വർദ്ധിപ്പിക്കണം. ഈ മാസത്തിൽ അധികമായി നോമ്പെടുക്കുന്ന ആളുകൾ അവരുടെ നാവിനെ സൂക്ഷിക്കണം, കാതിനെ സൂക്ഷിക്കണം, കണ്ണിനെ സൂക്ഷിക്കണം, ഖൽബിനെ സൂക്ഷിക്കണം. നാവ് കൊണ്ട് നല്ലതല്ലാത്തതൊന്നും പറയരുത്. കാരണം എന്താ? എൻ്റെ നാവ് കൊണ്ട് ഞാൻ ഈ വിശുദ്ധ മാസത്തിലും നല്ലതല്ലാത്ത എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയാൽ അതിന് പകരമായി പടച്ചവൻ എനിക്ക് വേണ്ടി നിശ്ചയിക്കുന്നത് നരകമാണ് എന്ന തിരിച്ചറിവും ബോധവും വിശ്വാസവും നമുക്കുണ്ടാകണം. അഥവാ എൻ്റെ നാവ് കൊണ്ട് ഞാൻ ഒരു നന്മ പറഞ്ഞാൽ ആ നന്മയുടെ പ്രതിഫലമായി അള്ളാഹു സുബ്ഹാനഹു വ തആല എനിക്ക് വേണ്ടി നിശ്ചയിക്കുന്നത് സ്വർഗമാണ് എന്ന ബോധവും തിരിച്ചറിവും നമുക്കുണ്ടാകണം. നമ്മൾ കുറേ ദിവസങ്ങളായി ഇങ്ങനെ അത്തക്കാരൊക്കെ പറഞ്ഞുകൊണ്ട് വരികയാണല്ലോ. ഒരാൾ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ,
അയാൾക്ക് വേണ്ടി സ്വർഗത്തിലൊരു വൃക്ഷം നടപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ? പ്രിയപ്പെട്ടവരെ, ഇതിങ്ങനെ പ്രസംഗിച്ചാൽ മതിയോ, അല്ലെങ്കിൽ കേട്ടാൽ മതിയോ? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന നേരങ്ങളെല്ലാം ദിക്റുകൾക്കായി ഉപയോഗപ്പെടുത്തണം. അത് പറയണം, അത് പറയാനുള്ളതാണ്, അമൽ ചെയ്യാനുള്ളതാണ്. ദിക്റുകൾ വർദ്ധിപ്പിക്കണം. സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ ദിക്റുകൾ വർദ്ധിപ്പിക്കുന്നതിൻ്റെ പ്രതിഫലത്തെ നമുക്ക് എപ്പോഴാണ് ബോധ്യപ്പെടുക, മനസ്സിലാവുക? നാളെ പരലോകത്ത് സ്വർഗത്തിലെത്തുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലൈസ യതഹസ്സറു അഹ്ലുൽ ജന്ന ഇല്ലാ അലാ സഅത്തിൻ മർറത് ബിഹിം ലം യദ്കുറുല്ലാഹ തആല. എല്ലാവരും സ്വർഗത്തിലെത്തി. നമ്മളെല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് സ്വർഗത്തിലെത്തുമാറാകട്ടെ. എല്ലാവരും സ്വർഗത്തിലെത്തി. സ്വർഗം എന്ന് പറഞ്ഞാൽ സുഖത്തിൻ്റെ ഗേഹമാണ്, സന്തോഷത്തിൻ്റെ ഗേഹമാണ്. അവിടെ വേറെ വ്യസനങ്ങളോ വിഷമങ്ങളോ നിരാശയോ പ്രയാസങ്ങളോ ഒന്നുമില്ല. അങ്ങനൊന്നും ഇല്ലാത്ത ലോകത്തിനാണ് സ്വർഗം എന്ന് പറയുന്നത്. അതൊക്കെ ഇവിടെ വെച്ചിട്ടാണ് പോവുക, അതൊക്കെ ഇവിടെ വെച്ചിട്ടാണ്, ഇവിടെ വിട്ടിട്ടാണ് പോവുക. പക്ഷേ അവിടെ ചില ആളുകൾക്ക് ഒരു നിരാശ ഉണ്ടാകും. എന്താ അവരുടെ നിരാശ? ഇല്ല അല സാഅത്തിൻ മർറത് ബിഹിം ലം യദ്കുറുല്ലാഹ്. പടച്ചോനെ, ആ സമയവും കൂടി അങ്ങ് ദിക്ർ പറഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് തോന്നുന്ന ഒരു സമയം, നിരാശ ഉണ്ടാവും. വെറുതെ ആരാൻ്റെ വിഷയം പറഞ്ഞ് നമ്മൾ സമയം കളഞ്ഞല്ലോ, മൊബൈൽ നോക്കി നമ്മൾ സമയം കളഞ്ഞല്ലോ, അങ്ങും ഇങ്ങുമൊക്കെ വെറുതെ വായി നോക്കി നമ്മൾ സമയം കളഞ്ഞല്ലോ. ആ സമയവും കൂടി ദിക്റുകൾക്കായി, ഇബാദത്തുകൾക്കായി, അള്ളാഹുവിനെ ഓർക്കുന്നതിനായി ചെലവഴിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് തോന്നുന്ന, നിരാശപ്പെടുന്ന ഒരേ ഒരവസ്ഥ മാത്രമേ സ്വർഗത്തിൽ ഉണ്ടാവുകയുള്ളൂ. ബാക്കിയെല്ലാം സുഖമാണ്, ബാക്കിയെല്ലാം സുഖമാണ്. കാരണം എന്താ? നഷ്ടപ്പെട്ടു പോയ ആ സമയത്തെ വീണ്ടെടുക്കാനോ തിരിച്ചെടുക്കാനോ ഒരു ഓപ്ഷൻ ഇല്ലാത്ത ലോകമാണ് സ്വർഗം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പരലോകം എന്ന് പറയുന്നത്. നഷ്ടപ്പെട്ടതൊന്നും പിന്നെ തിരിച്ചെടുക്കാൻ കഴിയില്ല. അതുപോലെ നേരെ തിരിച്ചും പ്രിയപ്പെട്ടവരെ, ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുത്ഇമുൽ മിസ്കീൻ വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ മാ സലകകും ഫീ സഖർ. നരകത്തിൻ്റെ അരികിൽ വന്ന് നിന്നുകൊണ്ട് ചില ആളുകൾ നരകവാസികളോട് ചോദിക്കും, മാ സലകകും ഫീ സഖർ, എന്തേ നിങ്ങൾ ഇവിടെ വന്നുപെട്ടു? എന്തിനാ നിങ്ങൾ ഇവിടെ വന്നത്? എന്താ ഈടായിപ്പോയത്? അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മാ സലകകും ഫീ സഖർ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ നരകത്തിൽ വന്നു പെടാനുണ്ടായ കാരണം? അവർ നിരാശയോടുകൂടി പറയും, ലം നകു മിനൽ മുസല്ലീൻ ലം നകു മിനൽ മുസല്ലീൻ. നമസ്കരിക്കേണ്ട സമയത്ത്, നിസ്കരിക്കാൻ അവസരമുണ്ടായിരുന്ന സമയത്ത്, അതിനായി വിളിക്കപ്പെട്ട സമയത്ത് ഞങ്ങൾക്ക് നിസ്കരിക്കാൻ കഴിഞ്ഞില്ല. ലം നകു മിനൽ മുസല്ലീൻ. നിസ്കരിക്കാൻ എന്നൊക്കെ പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ ഒരു കടമ തീർക്കാൻ വേണ്ടിയിട്ട് എങ്ങനെങ്കിലുമൊക്കെ ഒപ്പിച്ചങ്ങ് നിർവഹിക്കുകയായിരുന്നു ഞങ്ങൾ. അങ്ങനെ നിർവഹിച്ചതിൻ്റെ, അല്ലെങ്കിൽ തീരെ നിർവഹിക്കാതിരുന്നതിൻ്റെ, ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഉഹും വഇദാ ഖാമൂ ഇലസ്സലാത്തി ഖാമൂ കുസാലാ യുറാഊന അന്നാസ വലാ യദ്കുറൂന അല്ലാഹ ഇല്ലാ ഖലീലാ മുദബ്ദബീന ബൈന ദാലിക് ലാ ഇലാഹ ഉലാഇ വലാ ഇലാഹ ഉലാ. അള്ളാഹു പറയാണ്, നിസ്കരിക്കാൻ എന്നൊക്കെ പറഞ്ഞാൽ അതിനൊരു രസം വേണം, ലദ്ദത്ത് വേണം, താല്പര്യം വേണം. വെറുതെ എങ്ങനെങ്കിലുമൊക്കെ അങ്ങ് നിർവഹിച്ച് തീർക്കലല്ല, അതല്ല അള്ളാഹു ഉദ്ദേശിക്കുന്നത്. ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഉഹും. അത് മുനാഫിഖുകളുടെ രീതിയാണെന്നാണ് പറയുന്നത്. മുനാഫിഖുകളുടെ രീതി, മുനാഫിഖുകൾ ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനൻ നാരി വലൻ തജിദ ലഹും നസീറാ. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനൻ നാരി വലൻ തജിദ ലഹും നസീറാ. മുനാഫിഖുകൾ എന്ന് പറഞ്ഞാൽ വലിയ മോശക്കാരാണ്, അവർ നരകത്തിൻ്റെ അടിത്തട്ടിലാണ് എന്ന് ഖുർആൻ പറഞ്ഞു. സാധാരണ നരകത്തിലല്ല, അതിനേക്കാളും അടിത്തട്ടിൽ. അങ്ങനെ ഉണ്ടോ അടിത്തട്ട് എന്നൊക്കെ പറഞ്ഞു? നമ്മൾ സാധാരണഗതിയിൽ സ്വർഗത്തെക്കുറിച്ചിട്ട് പറയുമ്പോൾ ഉയർന്ന തട്ട് എന്നല്ലേ പറയാ, അല്ലേ? ഉയർന്ന തട്ട്, ജന്നാത്തുൽ ഫിർദൗസ്, അതാണ് ഏറ്റവും ഉയർന്ന സ്വർഗം. ജന്നാത്തു അദിൻ, അല്ലേ? ഉയർന്നത്. സ്വർഗത്തിൻ്റെ വിഷയത്തിൽ ഉയർന്നത് എന്നാണ് പറയുക. നരകത്തിൻ്റെ വിഷയത്തിൽ നേരെ തിരിച്ച് താന്നത് എന്നാണ് പറയുക.
ഏറ്റവും അടിത്തട്ടിൽ, അള്ളാഹു നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മുനാഫിക്കുകളാണ് ഏറ്റവും അടിത്തട്ടിലുള്ളവർ. ആ മുനാഫിക്കുകളെ കുറിച്ചിട്ട് ഖുർആൻ പറയുന്നത് അവർ നിസ്കരിക്കുന്നില്ല എന്നല്ല. ശ്രദ്ധിക്കണേ, എല്ലാവരും ശ്രദ്ധിക്കണേ. മുനാഫിക്കുകളെ കുറിച്ചിട്ട് അള്ളാഹു പറയുന്നത് അവർ നിസ്കരിക്കുന്നില്ല എന്നല്ല, നിസ്കരിക്കുന്നുണ്ട്, പക്ഷേ വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല, വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല മുദബ്ദബീന ബൈന ദാലിക് ലാ ഇലാഹ ഉലാഇ വലാ ഇലാഹ ഉലാ. നിസ്കരിക്കുന്നുണ്ട്, പക്ഷേ അതൊരു നിക്കാരാണ്. ലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല. ആ നമസ്കാരത്തിലൂടെ അള്ളാഹുവിനെ പറ്റിയുള്ള സ്മരണയും ചിന്തയും ഓർമ്മയും ഖൗഫും യഥാർത്ഥമായ നിലയിൽ ആസ്വദിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നാണ്. നിസ്കരിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. നമസ്കരിക്കുന്നവർക്ക് വലിയ നരകമുണ്ട്, വലിയ നാശമുണ്ട്. എങ്ങനത്തെ നിസ്കാരം? ഈ നമസ്കാരത്തെ സംബന്ധിച്ചിട്ട് ഉള്ളിൽ തട്ടുക എന്ന് പറയുന്ന ഒരവസ്ഥ ഇല്ലാതെയായാൽ, ഖൗഫും ഖശിയത്തും നമസ്കാരത്തിൻ്റെ പേരിൽ നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ പിന്നെ ആ നിസ്കാരത്തിന് ഒരു വിലയും നിലയുമില്ല. അത് മുനാഫിക്കുകളുടെ നിസ്കാരമാണ്. മുനാഫിക്കുകളും നിസ്കരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ അറിയപ്പെട്ട മുനാഫിക്കുകളുണ്ട്. ഇപ്പോഴേ നമുക്ക് ആരാ മുനാഫിക്കെന്ന് അറിയില്ലല്ലോ, പ്രസംഗിക്കുന്ന ഞാനാണോ ആരാന്ന് ആർക്കും അറിയില്ല. പക്ഷെ അന്ന് അറിയപ്പെട്ട മുനാഫിക്കുകളുണ്ട്. അറിയപ്പെട്ട മുനാഫിക്കുകൾ പോലും നിസ്കാരത്തിൻ്റെ സമയമായി ഇഖാമത്ത് കൊടുത്താൽ പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിക്കും. അവർക്ക് പുറത്ത് നിൽക്കാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല. സംഗതി മുനാഫിക്കാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമസ്കാരം ബാഹ്യമായ കോലത്തിൽ അതിൻ്റെ എണ്ണത്തെ കൃത്യമായി പൂർത്തീകരിക്കുന്ന അവസ്ഥയിൽ അനുഷ്ഠിക്കുക എന്ന് പറയുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഹൃദയത്തിൽ ആ നമസ്കാരവുമായി ഒരു ആത്മബന്ധമുണ്ടാകണം. നമസ്കാരത്തിൻ്റെ പേരിൽ നമ്മുടെ ഹൃദയങ്ങളിൽ ഖൗഫ് വർദ്ധിക്കണം, ഖശിയത്ത് വർദ്ധിക്കണം. അതിൻ്റെയും അപ്പുറത്തേക്ക് നമസ്കാരത്തിൽ നമുക്കൊരു ലദ്ദത്ത് കിട്ടണം, ഒരു രസം കിട്ടണം, ഒരു സന്തോഷം കിട്ടണം. ഇദാ ഹസബഹു അംറുൻ ഫസിഅ ഇല സ്വലാഹ്. എന്തെങ്കിലും പ്രയാസം വന്നാൽ, ടെൻഷൻ വന്നാൽ എന്ത് ചെയ്യണം? നമ്മൾ ടെൻഷനും പ്രയാസവും വരുമ്പോൾ എന്ത് ചെയ്യണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പതിവ് ഇദാ ഹസബഹു അംറുൻ ഫസിഅ ഇല സ്വലാഹ്. മനസ്സിനെ വേദനിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്യുന്ന എന്തെങ്കിലും ഒരു വാർത്ത വന്നാൽ, ഒരു വിഷയം വന്നാൽ പെട്ടെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിലേക്ക് ധൃതിയാകുമായിരുന്നു എന്നാണ്. പെട്ടെന്ന് നമസ്കാരത്തിലേക്ക് ധൃതിയാകുമായിരുന്നു. കുഞ്ഞിന് സുഖമില്ല, എന്ത് ചെയ്യണം? ഏറ്റവും അടുത്ത ആശുപത്രിയിലേക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് നല്ല സ്പീഡിൽ ഓടുന്ന വണ്ടി ഏതാണെന്ന് അന്വേഷിക്കുക. നല്ല കാര്യം, അന്വേഷിക്കുക. പക്ഷെ അതിനു മുമ്പ് എൻ്റെ റബ്ബിനോട് 2 റക്അത്ത് നിസ്കരിച്ചിട്ടൊന്ന് ദ്വാരക്കണം. ദ്വാരന്നിട്ട് ഞാൻ അതിനുശേഷം ചികിത്സയിലേക്ക് കടക്കണം. അതാണ് മുസ്ലിം, അതാണ് മൂമിൻ. ഹസബഹു അംറുൻ ഫസിഅ ഇല സ്വലാഹ്, ഹസബഹു അംറുൻ ഫസിഅ ഇല സ്വലാഹ്. ഇങ്ങനെ നമുക്ക് ടെൻഷൻ ഉണ്ടാകുമ്പോൾ ആശ്രയിക്കാനായി, ടെൻഷൻ ഉണ്ടാകുമ്പോൾ സമാധാനം നേടുന്നതിന് വേണ്ടി നിസ്കാരത്തെ ഉപയോഗപ്പെടുത്തണം. മനസ്സിനൊരു ആഹ്ലാദം ഉണ്ടാകാൻ വേണ്ടി. മനസ്സിനൊരു രാത്രി അങ്ങനെയാണ്. രാത്രി നമുക്ക് ഇങ്ങനെ പോയി ഇങ്ങനെ ഒന്ന് മലന്ന് കടന്ന് ഉറങ്ങാൻ വേണ്ടി പോകുമ്പം എല്ലാവരും ചെയ്യാറുള്ളൊരു വലിയ ദുഷിച്ച കർമ്മം എന്താണെന്നറിയാം? ഒന്ന് ഫോണെടുത്ത് കിളുകിളുകിളുകിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ചും മറിച്ചുമൊക്കെ നോക്കി അതിൽ ഒറ്റയ്ക്കിരുന്ന് ഭ്രാന്തം ചിരിക്കുന്ന പോലെ ഒന്ന് ചിരിക്കുക. ഞങ്ങളുടെ നാട്ടിലൊക്കെ പണ്ട് ഒറ്റയ്ക്കിരുന്ന് ആരെങ്കിലും ചിരിച്ചാൽ അവരെ ഭ്രാന്തെന്ന് വിളിക്കുക. ഒറ്റയ്ക്ക് വർത്താനം പറഞ്ഞാൽ അവനെയും ഭ്രാന്തെന്ന് വിളിക്കുക. ഇന്നിപ്പോൾ നോക്കുമ്പോൾ ഇവിടുത്തെ മാന്യന്മാരെല്ലാം മുഴുപ്രാന്തന്മാരാണ്. നടന്നു പോകുന്ന വഴിക്ക് ഇങ്ങനെ അവർ എന്തേന്ന് ചോദിച്ചു. നിങ്ങളോടാ പറഞ്ഞു പോടെ, നമ്മളോടല്ല. പിന്നെ നമ്മളോടല്ലാണ്ട് പിന്നെ ആരോടാ പറയുന്നത്? ഒറ്റയ്ക്ക് വർത്താനം പറയുന്നവനെ കുറിച്ചിട്ട് ഞങ്ങൾ ഭ്രാന്തൻ എന്നാണ് വിളിക്കാറുള്ളത്. ഒറ്റയ്ക്ക് ഇങ്ങനെ കടന്ന് വിളിക്കുന്നവനെ കുറിച്ചിട്ട് ഭ്രാന്തൻ എന്നാണ് പറയാറ്. പക്ഷേ ആ ഭ്രാന്താണ് നമ്മളുടെ ഒക്കെ മനസ്സിൻ്റെ ആഹ്ലാദം, സന്തോഷം, അല്ലേ? ആ ഭ്രാന്ത. പ്രിയപ്പെട്ടവരെ, ഈ ഭ്രാന്തൊന്ന് മാറണം. എങ്ങോട്ട് മാറണം? രാത്രി കിടന്നിട്ട് ഉറക്കം വന്നില്ല. നീ എന്താക്കിയത്? ഞാൻ എഴുന്നേറ്റ് ഒളു ചെയ്ത് മുസല്ല വിരിച്ച് നിസ്കരിച്ച് സുജൂദി കിടന്ന് അങ്ങ് കരഞ്ഞു. ഒന്ന് പറഞ്ഞു നോക്കിയേ. അള്ളാഹു അങ്ങനെയൊക്കെ നമ്മളെ ആക്കി തീർക്കുമാറാകട്ടെ. രാത്രി ഉറക്കം വരാഞ്ഞത് എന്തുകൊണ്ടാണ്? ഉറക്കം വരാഞ്ഞത് ആർക്കെങ്കിലും കൊടുക്കാനുള്ളത് കൊടുത്തില്ലല്ലോ എന്ന വെപ്രാളത്തിൽ നാളെ നമ്മളെ വിളിച്ചിട്ട് നാണേക്കാടാക്കുമോ അയവാക്കുമോ എന്ന് ചിന്തിച്ചിട്ടൊന്നുമല്ല. പിന്നെയോ, ഞാനിത് പറയുമ്പോൾ ഓരോരോ സഹാബത്തിനെയും സാലിഹ്യങ്ങളെയൊക്കെ ഉദാഹരണമാക്കിയിട്ടാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, കിടന്ന് തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് ഉറക്കം വന്നില്ല. എഴുന്നേറ്റു, ഒളു ചെയ്തു, മുസല്ല വിരിച്ചു, നിസ്കരിക്കാൻ കൈകെട്ടി, കുമ്പിട്ടു, പടച്ചവൻ്റെ മുമ്പിൽ സുജൂദിൽ കിടന്ന് കരഞ്ഞു. നേരം വെളുത്തപ്പോൾ ചോദിച്ചു, എന്താ ഇന്നലെ രാത്രി ഉറക്കം വന്നില്ല? അല്ലേ? ഇല്ല, ഉറക്കം വന്നില്ല. എന്തുകൊണ്ടാണ് ഉറക്കം വരാത്തത്? ഞാൻ ഉറങ്ങാൻ വേണ്ടി ഇങ്ങനെ കിടന്നപ്പോൾ പെട്ടെന്ന് ചിന്തിച്ചു, പടച്ചവനെ,
നിന്റെ നരകം, നിന്റെ നരകം, നിന്റെ നരകം. നാം കൊടുക്കാനുള്ള ആളുകൾ നമ്മളെ വിളിച്ച് ആക്ഷേപിക്കുമോ എന്ന ഭയപ്പാടല്ല, അല്ലെങ്കിൽ നാളെ ഇന്ന ജോലികൾ തീർക്കാനുണ്ട് അതെങ്ങനെ നടക്കും എന്ന ഒപ്രാളമല്ല. പ്രിയപ്പെട്ടവരെ, നരകം, അള്ളാഹുവേ നരകം, ആ നരകത്തെക്കുറിച്ചുള്ള ഭയപ്പാട് ഹൃദയത്തെ സ്വാധീനിച്ചപ്പോൾ എഴുന്നേക്കാൻ തോന്നി, നിസ്കരിക്കാൻ തോന്നി. എന്നിട്ട് അദ്ദേഹം ആ നമസ്കാരത്തിന് ശേഷം 2 കൈകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞിട്ട് പറയാം, അള്ളാഹുവേ, ആരും കാണാത്ത ഈ പാതിരാത്രിയിൽ നിനക്കൊരു കാര്യം അറിയാം, ഞാൻ നിന്നെയും നിന്റെ നരകത്തെയും ഭയന്നിട്ടാണ് എണീച്ചു വന്നത്. ഞാൻ നിന്നെയും നിന്റെ നരകത്തെയും ഭയന്ന് മാത്രമാണ് ഞാൻ എണീച്ചു വന്നത്. അതുകൊണ്ട് നീ എന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ, നീ എന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ. അള്ളാഹു നമുക്കൊക്കെ ആ നല്ല മനസ്സ് നൽകി അനുഗ്രഹിക്കുമാറാകണം. ഒന്ന് ആലോചിച്ച് നോക്കിയ പ്രിയപ്പെട്ടവരെ, പടച്ചവനെ ആരും കാണുന്നില്ല. നമ്മളെ ഭാഷയെ പറഞ്ഞാൽ എൻ്റെ ഓള് പോലും കടന്നുറങ്ങാണ്, ഓള് പോലും കാണുന്നില്ല, മക്കൾ കാണുന്നില്ല, ഞാൻ ഒറ്റയ്ക്കാ. ഞാൻ എണീച്ചു വന്ന് ഒളുവെടുത്ത് ആരും കാണാതെ ഈ മുസല്ലയിലിരുന്ന് നിസ്കരിച്ച് നിൻ്റെ മുമ്പിൽ കൈ ഉയർത്തിപ്പിടിച്ച് കരയുന്നത് നിനക്കറിയാം, നിൻ്റെ നരകത്തെ ഭയന്ന് മാത്രമാണ് പടച്ചോനെ, നിൻ്റെ നരകത്തെ ഭയന്ന് മാത്രം, നിൻ്റെ സ്വർഗത്തെ ആശിച്ചുകൊണ്ട് മാത്രമാണ് പടച്ചു. അതുകൊണ്ട് നീ എന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ, എനിക്ക് നീ സ്വർഗം തരണേ, നീ എന്നെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ, നീ എനിക്ക് സ്വർഗം തരണേ. പ്രിയപ്പെട്ടവരെ, അത്താഴത്തിന് എഴുന്നേൽക്കുമ്പോൾ ചില്ലറ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിച്ച് ആവേശവും ഉൾക്കൊള്ളാൻ വേണ്ടി എന്ന നിയത്തോടുകൂടി ആരും എഴുന്നേൽക്കണ്ട. അത്താഴത്തിന് എഴുന്നേൽക്കുമ്പോൾ അല്പസമയം മുമ്പ് എഴുന്നേക്ക്. എന്നിട്ട് സാധിക്കുമെങ്കിൽ ഇതുപോലെ ആരും അറിയാതെ ഒളു ചെയ്ത് ഓഫീസ് റൂമിലോ ഏതെങ്കിലും ഒരു റൂമിൽ പോയി മുസല്ലയിട്ട് വിരിച്ച് 2 റക്അത്തിന് കൈകെട്ട്. അഷ്റഫുൽ ഖൽഖായ താഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെ പാതിരാത്രിയെ സജീവമാക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബാക്കളും സലഫു സാലിഹീങ്ങളായ നമ്മുടെ മഹാത്മാക്കളും ചെയ്തതുപോലെ രാത്രിയെ നമ്മൾ സജീവമാക്ക്. നിസ്കരിക്ക്. ഒരു പക്ഷേ നമസ്കാരത്തിൽ കൈകെട്ടി സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ശേഷം നമുക്കറിയാവുന്ന ഏറ്റവും നീളമുള്ള സൂറത്ത് ഓത്. എന്നിട്ട് ആ സൂറത്ത് ഇങ്ങനെ ആസ്വദിച്ച്, അള്ളാഹുവിൻ്റെ വചനം എന്ന നിലയിൽ നമ്മൾ ആസ്വദിച്ച് പാരായണം ചെയ്യും. ചിലപ്പോൾ നമ്മളെപ്പോലുള്ള സാധുക്കൾക്ക് വലിയ വലിയ സൂറത്തൊന്നും ഓതാൻ അറിയുന്നില്ല. അറിയുന്ന സൂറത്ത് ഓത് പ്രിയപ്പെട്ടവർ, അറിയുന്ന സൂറത്തിൽ ഏറ്റവും വലിയ സൂറത്തുകൾ ഓത്. റുക്കൂ കൂടുതൽ നീട്ടി നിർവഹിക്ക്, സുജൂദ് കൂടുതൽ നീട്ടി നിർവഹിക്ക്. അതിനുശേഷം നമ്മൾ നമ്മുടെ 2 കൈ ഉയർത്തി കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് പടച്ചവനോട് എല്ലാ ദുഃഖവും പറയും, എല്ലാ വേദനയും പറയും. ആദ്യമായി ഇസ്തിഗ്ഫാർ, തൗബ, പശ്ചാത്താപം ചെയ്യണം. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. സ്വർഗം കിട്ടുമെന്ന് ഉറപ്പുള്ള വിഭാഗത്തെ അല്ലാഹു തആല പരിചയപ്പെടുത്തിയപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ഒരു വിശേഷണമായി, സിഫത്തായി, ജീവിത പതിവായി പടച്ചവൻ പറഞ്ഞു തന്നത് അത്താഴത്തിന് എഴുന്നേൽക്കുമ്പോൾ അവർ ഇസ്തിഗ്ഫാർ പറയൂ എന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? സ്വർഗവാസി ആരാണ് എന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ അവരുടെ കുറേ വിശേഷണങ്ങൾ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു വിശേഷണമാണ് അത്താഴത്തിന് എഴുന്നേൽക്കുമ്പോൾ അവർ ഇസ്തിഗ്ഫാർ പറയും. എന്ന് പറഞ്ഞാൽ നിസ്കരിക്കണം. നിസ്കാരത്തിന് ശേഷം 2 കൈയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായ നിലയിൽ പശ്ചാത്തപിക്കണം, പാപമോചനം തേടണം, ഇസ്തിഗ്ഫാർ പറയണം. ഇൻഷാ അല്ലാഹ് ഈ നിലയിലൊക്കെ നമ്മുടെ ജീവിതം ഉണർന്നെഴുന്നേൽക്കുന്നത് മുതൽ വീണ്ടും ഉറങ്ങുന്നത് വരെ അള്ളാഹുവിൻ്റെ കൽപ്പനയ്ക്കനുസരിച്ചിട്ട് അധികമായി നന്മകൾ വർദ്ധിപ്പിക്കാൻ, സ്വർഗത്തിന് വേണ്ടി തയ്യാറാകാൻ, നരകത്തിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്ന തരത്തിൽ നമ്മുടെ ശരീരത്തെ സൂക്ഷ്മതയിലായി ജീവിപ്പിക്കാൻ വേണ്ടിയുള്ള അധ്വാനത്തിലായിരിക്കണം. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഏത് നേരത്ത് നമ്മുടെ റബ്ബ് നമ്മളെ തിരിച്ചു വിളിച്ചാലും സന്തോഷത്തോടെ നമുക്കങ്ങ് പോവാം. കാരണം കുറേ കാലമായി ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വർഗം എനിക്ക് തരാൻ വേണ്ടിയാണ് എൻ്റെ റബ്ബ് വിളിക്കുന്നത്. ബാ എന്ന് പറഞ്ഞില്ല, വാ യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി. നീ കുറേ നാളായില്ലേ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്ന എന്ന് പറയുന്ന അസ്അലുക്കൽ ജന്ന, ആ ചോദിച്ച സ്വർഗം ഇതാ, ഇതിലെ കുടുങ്ങി കയറിക്കോ. ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഇതാ ഇതിലേക്ക് അല്ലാഹു തആല കൂട്ടത്തിൽ നമ്മളെ ഒക്കെ പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സമയം പാഴാകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അമലുകൾ ചെയ്യണം, അമലുകൾ വർദ്ധിപ്പിക്കണം. ദിക്ർ, അദ്കാറുകൾ, സലാത്തുകൾ വർദ്ധിപ്പിക്കണം. രാവിലെയും വൈകുന്നേരവും സുബഹിക്ക് ശേഷവും അസറിന് ശേഷമൊക്കെ ഉള്ള സമയം വെറുതെ പാഴാക്കരുത്. അധികമായി ദിക്ർ ചെയ്യണം, ഇസ്തിഗ്ഫാർ പറയണം, സലാത്ത് വർദ്ധിപ്പിക്കണം, പരിശുദ്ധ ഖുർആൻ അധികമായി ഓതണം. എല്ലാ നന്മകളിലും നമ്മുടെ സമയത്തെ ഉറപ്പിക്കണം. നമ്മൾ ഒരു തിന്മയിലും നമ്മുടെ സമയം പാഴായി പോകാതെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നിങ്ങൾക്കും അതിനുള്ള തൗഫീഖ് തരുമാറാകട്ടെ. ഈ റമദാൻ അനുഗ്രഹീതമായ നിലയിൽ നമ്മളിൽ നിന്നും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. റമദാനിൻ്റെ എല്ലാ ഹുർമത്തും ബറക്കത്തും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു തആല നമ്മുടെ രോഗികൾക്കൊക്കെ ഷിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
നമുക്കൊക്കെ അള്ളാഹു ആയുസ്സും ആഫിയത്തും വർദ്ധിപ്പിച്ച് തരുമാറാകട്ടെ. നമ്മുടെ കടങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ അള്ളാഹു മാറ്റി തരുമാറാകട്ടെ. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.